ദക്ഷാനാന്തസ് തിരുവനന്തപുരത്ത് പാമ്പത്ത് നാന്തസ്സുകൾക്ക് എവിടുന്ന് തുടങ്ങും നിഷേ? എത്തുംപിടിയും കിട്ടാത്ത പ്രശ്നമാണെന്നില്ലത്. വന്നതും തൊട്ടണ്ണി നിന്നതും ദുരിതമായി പോയിടും കാലം വ്യഥ ചിന്തിച്ചു കൂട്ടി നടക്കേണ്ടി വന്നിടും. തൊട്ടറിഞ്ഞവനും രുചിച്ചറിഞ്ഞവനും കെട്ടറുത്തങ്ങ് പോയിടും. ഞാൻ പറഞ്ഞാലും മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ഈയുടെ അവസ്ഥ. ഇപ്പൊ എവിടെ തുടങ്ങും? എവിടും തുടങ്ങും? പറഞ്ഞു. എവിടും തുടങ്ങണം? ഇയാൾ പറ. അപ്പൊ ആര് കൂടെ നിൽക്കും? അതിനൊരു ചിന്ത വേണ്ടേ? ആരെ കൊണ്ട് തനിക്ക് ഉപകാരപ്പെടും? അവിടെ ഒരു ചിന്ത വേണ്ടേ? നിസ്സാരെന്ന് പറഞ്ഞിരിക്കുക. ജന്മഭം. ഇത്രയും കാലം ഇയാൾ ജീവിച്ചു, 41 വയസ്സായി അല്ലേ? എന്ത് നേടി? നേടുന്നതൊക്കെയും മറ്റുള്ളവർ കട്ടെടുത്തെന്ന് കൊണ്ടുപോയിടും. വിഷമിക്കാനൊന്നുമല്ല ഞാനീ പറയുന്നത്. നേടിയതൊക്കെ എന്തെങ്കിലും കയ്യിലുണ്ടോ? ഞാനിവിടെ കണ്ടാലും പറഞ്ഞു കരയാനല്ല പറഞ്ഞു. എന്തിനാടോ കരയാനോ? കരഞ്ഞിട്ട് എന്താ കാര്യം? വേറെ പിടിപ്പുകളല്ലേ ഇതെല്ലാം. നമുക്കൊരു വ്യക്തിഗതമായ ഒരു ചിന്ത വേണ്ട ഏതൊരു കാര്യത്തിനും. വേണോ? ജ്യോതിഷം അല്ലെങ്കിൽ പൂജ അല്ലെങ്കിൽ വേറെ ഏത് വിധി ആയിക്കോട്ടെ. കരയാനല്ലടോ പറഞ്ഞു. എന്തിനാ കരയാൻ? നിങ്ങൾ കരച്ചിൽ നടത്തും. ഒരു പ്രശ്നത്തിൽ കണ്ട കാര്യം നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രാശി കണ്ടാല് ഇവിടെ എത്താൻ പോലും ചുറ്റിത്തിരിഞ്ഞിഞ്ഞ് വന്നിടണമെന്ന് ചൊല്ലണം. ഒരു രാജ്യം മൊത്തം ചുറ്റിയിട്ട് അയാളോട് വരാൻ പറ്റും അല്ലേ? ഇയാളുടെ കാലക്കേടല്ലേ? അപ്പൊ ഞാനെന്ത് വേണം? നിഷേ കരയാനല്ലടോ പറഞ്ഞേ. ഇതുകൊണ്ടിരിക്കുന്ന ടിഷ്യൂ പേപ്പർ, ഇതുകൊണ്ട് ടിഷ്യൂ ഇരിക്കുന്നത്. ഇയാൾ ഇങ്ങനെ കരയാൻ തുടങ്ങിയാലോ ഇയാളുടെ ജീവിതകാലം മൊത്തം കരയേണ്ടി വരത്തില്ലേ?